കപ്പൽ വിറ്റു. അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? വണ്ടികൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന പോലെ തന്നെ കപ്പലുകളും വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്താണ് ഹാൻഡ് ഓവർ, എന്താണ് ടേക്ക് ഓവർ എന്ന് നമുക്ക് കാണാം. നമ്മളൊരു പുതിയ വണ്ടി വാങ്ങിയാൽ ആദ്യത്തെ 5 വർഷം വലിയ പണിയൊന്നുമില്ലാതെ പോകും. അതുപോലെ തന്നെയാണ് കപ്പലും. ആദ്യത്തെ 10 കൊല്ലം കഴിഞ്ഞാൽ പിന്നീട് കപ്പലിന് പണിയോടെ പണിയായിരിക്കും. ഒരു കപ്പലിന്റെ ആയുസ് 30 വർഷമൊക്കെയാണ്. ഈ കാലഘട്ടത്തിനിടയിൽ ഒരുപാട് കമ്പനികൾ ആ കപ്പൽ വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ ജീവനക്കാരായ ഞങ്ങൾ ഇറങ്ങുകയും അവരുടെ കമ്പനിയുടെ ജീവനക്കാർ കപ്പലിലേക്ക് കയറുകയും ചെയ്യും. അങ്ങനെ ഉണ്ടായാൽ എന്താണ് നമ്മളുടെ കമ്പനി ചെയ്യുന്നത്? ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളെ ആ കപ്പലിൽ നിന്നുകൊണ്ട് തന്നെ മറ്റൊരു കപ്പലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കും, അല്ലെങ്കിൽ വീട്ടിലേക്ക് വിടും. അങ്ങനെ ഞാനും വീട്ടിലേക്ക് വന്നു. ഫസ്റ്റ് പ്രയോറിറ്റി പോലെ വരും ദിവസങ്ങളിൽ നമ്മുടെ കമ്പനി തന്നെ നമ്മളെ അടുത്ത കപ്പലിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കും. കപ്പൽ വിൽക്കുന്നതും വാങ്ങുന്നതും ഒരു ചെറിയ പരിപാടിയല്ല. മാസങ്ങൾ നീണ്ട പേപ്പർ വർക്കിനൊടുവിലാണ് ഒരു കപ്പൽ വിൽക്കുന്നതും വാങ്ങുന്നതും. ഇപ്പോൾ എൻ്റെ ചിന്തകൾ ഇതൊക്കെയാണ്. നമ്മൾ ഇനി പോകുന്നത് ഏത് കപ്പലിലേക്കായിരിക്കും? അത് പുതിയ കപ്പലായിരിക്കുമോ പഴയ കപ്പലായിരിക്കുമോ? നമ്മളെ തേടിയിരിക്കുന്ന ആ ജലറാണി അത് ഏതാണ്?